ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പം നിൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ, എൻ്റെ ലെന മോളുടെ. അപ്പം ഞങ്ങൾ അടിച്ച് പൊളിക്കാൻ വേണ്ടി പുറത്ത് പോവുകയാണ്. അപ്പം ഇന്നത്തെ എൻ്റെ ഒരു ഷോപ്പിംഗ് ഒക്കെയാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ. സ്കിപ്പ് ചെയ്യാതെ കാണില്ലേ. നിങ്ങളാരും എൻ്റെ പിറന്നാട് മോളിനെ കണ്ടിട്ടില്ലല്ലോ. ദേ ഈ മങ്കിയുടെ അല്ല, ഇവളുടെയാണ് ബർത്ത്ഡേ. ഹായ് പറ, ഹായ് പറഞ്ഞവളെ. ഞങ്ങൾ റോയൽക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൾക്ക് ഡ്രസ്സ് എടുത്തു. ഇതാണ് അവൾക്ക് ഇഷ്ടം എന്നാണ് പറഞ്ഞത്, കണ്ട. അപ്പോൾ ഞങ്ങൾ ഇതെടുക്കാൻ പോവാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ ഒറ്റപ്പാലത്തുള്ള ടോപ്പ് നോച്ചിൽ കയറിയിട്ടോ. അവിടെയാണ് നല്ല കേക്ക് കിട്ടുക. പക്ഷേ കഷ്ടകാലത്തിന് അവിടെ ആകെ ഒരൊറ്റ കേക്ക് മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ റെഡ് വെൽവെറ്റ് ആയിരുന്നു കേക്ക്. അപ്പോൾ ഞങ്ങൾ അതന്നെ അങ്ങോട്ട് മേടിച്ചിട്ട് പോന്നു. അല്ലാതെ എന്താ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ചു, കേക്കൊക്കെ മേടിച്ചു. കേക്ക് ഞങ്ങൾ കടയിൽ നിന്ന് മേടിച്ചത്. അപ്പോൾ ഞാനും കുട്ടികളും ഐസ്ക്രീം കഴിക്കട്ടോ. ഭയങ്കര ചൂടാണ്. ഒറ്റപ്പാലത്തെ ടോപ്പ് നോച്ചിൽ നിന്നാണ് ഞങ്ങൾ ഐസ്ക്രീമൊക്കെ മേടിച്ചത്. എളുപ്പത്തിലൊരു ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. അവൾക്ക് ബിരിയാണി തന്നെ വേണം. അത്രയും ചൂടത്ത് മുന്നേ എനിക്ക് പണിയാൻ കഴിയും. അപ്പം ഞാൻ വേഗം കുക്കറിൽ എളുപ്പത്തിലൊരു ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ എളുപ്പമുള്ള ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ലെനക്കുട്ടിക്ക് ബിരിയാണി വേണമെന്ന് വാശി. എനിക്കാണെങ്കിൽ ഈ ചൂടത്ത് നിന്ന് പണിയാനേ വയ്യ. അപ്പം ഞാൻ എളുപ്പമുള്ള ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. മല്ലിയിലയും പുതിനയും പച്ചമുളകും കൂടി ചതച്ചതാണ്. ഈ ബിരിയാണിയുടെ ഒരു ഫ്ലേവറും സ്പൈസി എന്നൊക്കെ പറയാൻ ഇത് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും ഇതിലൊന്നുമില്ല. അപ്പൊ അങ്ങോട്ട് തട്ടി ഇതെന്റെ ബിരിയാണിയാണ് കേട്ടോ. ഇത് വേറെയുള്ള ആരും ഇടുന്നതല്ല. ഞാനിങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ബിരിയാണിയാണ്. പക്ഷെ തിന്നാൻ സൂപ്പറാണ്. കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നമ്മുടെ ബ്യൂട്ടിഫുൾ തക്കാളി ഇടാൻ പോവാണ് കൂട്ടരെ. ഇതാണ് ഇതിൻ്റെ മെയിൻ സാധനം. എന്നൊന്നും ഞാൻ പറയില്ല, തക്കാളി ഇല്ലാണ്ട് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റില്ല, എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ തക്കാളി ഇട്ട് വീണ്ടും നമ്മൾ ചെറവറ എന്ന് പറഞ്ഞിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ അറിയാത്ത എല്ലാവരും ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ. നല്ല സാധനം, നല്ല ടേസ്റ്റുമാണ്. ഇനി നമ്മുടെ നെക്സ്റ്റ് നമ്മൾ ഇടാൻ പോണത് നമ്മുടെ ഇറച്ചി. ഇതൊന്നും അങ്ങോട്ട് ആവട്ടെ കേട്ടോ. അതിൻ്റെ നീരൊന്ന് ഇതിലേക്ക് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇറച്ചി ഇടാം. അപ്പോൾ ഇനി നമ്മുടെ ബ്യൂട്ടിഫുൾ നമ്മുടെ കോഴീനെ ഇടാൻ പോവാണ് കേട്ടോ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോഴി ബിരിയാണിയാണ്. നമ്മൾ കോഴി തട്ടി. അപ്പോൾ ഞാൻ 4 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പക്ഷെ എനിക്ക് 2 കോഴിയാണ്. മുഴുവനൊന്നും ഇടണ്ട കേട്ടോ. ഇത്ര മതി. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് വെള്ളം ഞാൻ വേറെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഒഴിക്കാൻ പോവാണ്. വെള്ളം ഒഴിച്ചു. നമ്മളൊരു കാര്യം മറന്നു, ഉപ്പിട്ടിട്ടില്ല. ഉപ്പിടുന്നത് ഇത്ര ഉപ്പിടുന്നു കേട്ടോ. പിന്നെ നോക്കിയിട്ടിട്ടാ മതിയേ. എനിക്കങ്ങനെ അളവൊന്നും അറിയില്ല. ഒക്കെ എൻ്റെ കൈയാണ് എൻ്റെ അളവ്. ഞാൻ പറഞ്ഞല്ലോ, അതിലെ സ്പൈസി എന്ന് പറയാൻ വെറും പച്ചമുളക് മാത്രമേ, വേറെ മസാലകളൊന്നുമില്ല കേട്ടോ. ഉപ്പ് കുറച്ച് കുറവാണ്. ഇത്രയും കൂടി ഇട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ അരി ഇടാൻ പോവാണ്. അപ്പോൾ നമ്മൾ
അരി കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം തിളക്കാനും നിൽക്കണില്ല കേട്ടോ. നമ്മൾ ഉണ്ടാക്കുന്നത് കുക്കറിലുള്ള ബിരിയാണി. അപ്പോൾ ഒരുമിച്ചൊക്കെ പാടിട്ടിട്ട് ഒരൊറ്റ വിസിലാണ് ഈ ബിരിയാണി. 10 മിനിറ്റ് പോലും വേണ്ട കേട്ടോ കുക്കറിൽ ബിരിയാണി ഉണ്ടാക്കാൻ. അപ്പോൾ അരി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉപ്പിട്ടു, എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഉപ്പ് കുറച്ചും കൂടി ആവണം. ഉപ്പിടും കുറവാണ്. ഈ ഉപ്പിന് എന്താവും, തീരെ ഉപ്പില്ല. അപ്പോൾ കുറച്ചും കൂടി ഉപ്പിട്ടിട്ടുണ്ട്. നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമ്മളിതൊക്കെ കുറച്ച് തോനെ ഇട്ടിട്ടുണ്ട്, എന്നാലും കടന്നോട്ടെ ഒരു ഭംഗിക്ക് കിട്ടോ. അതന്നെ എല്ലാം ഇതിലിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം ഇതിലിട്ട് ഇനി നമ്മൾ കുക്കർ ക്ലോസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ കുക്കർ ബിരിയാണി സൂപ്പറായിട്ട്. അയ്യോ ഒരു കാര്യം മറന്നു, നാരങ്ങ വെച്ചില്ല. അയ്യോ ഗോഡ്, സോറി ഡിയേഴ്സ്, നാരങ്ങ ഒഴിക്കാൻ വിട്ടുപോയി. വീണ്ടും നമ്മൾ തുറന്നു, നാരങ്ങ ഒഴിച്ചു. കാരണം ഇത്തിരി നാരങ്ങ അല്ലെങ്കിൽ സംഗതി പോക്കാണ്. ചോറൊക്കെ ഒന്നാമത് ഇങ്ങനെ ഇരിക്കാൻ നാരങ്ങ വളരെ നല്ലതാട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ എൻ്റെ കാര്യങ്ങളാണ്. ഇത് വേറുള്ളവരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഇങ്ങനെ ചെയ്യും, ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യും. അപ്പോൾ നമ്മൾ നാരങ്ങ ഒഴിച്ചു കേട്ടോ. നാരങ്ങ ഒഴിച്ചു, കുക്കർ അടച്ചു. മനസ്സിലായില്ലേ? ഇങ്ങനെ ആവി വരുമ്പോഴേ നമ്മൾ വെയിറ്റിട്ട് ഒരു 10 മിനിറ്റ് അങ്ങനെ ചെയ്താൽ വിസിൽ വന്നാൽ ചിലപ്പോൾ ഒക്കെ പാടെ കുറഞ്ഞു പോകും. അപ്പോൾ അതിനൊക്കെ ഏറ്റവും നല്ലത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ആവി വരുമ്പോൾ വെയിറ്റ് ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് കറക്റ്റ് വേണ്ടി ചോറ് കിട്ടുന്നു. മനസ്സിലായി? അപ്പോൾ നമ്മൾ 10 മിനിറ്റ് അടച്ച് വെച്ച് വിസിലൊന്നും വരില്ല കേട്ടോ. 10 മിനിറ്റേ വേണ്ടുള്ളൂ. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ നമ്മുടെ ബിരിയാണി സൂപ്പറായിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ സ്വാദിഷ്ടമായ ബിരിയാണി റെഡി. ഇതിങ്ങനെ വെക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് തിന്നാൻ. ഒന്ന് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അഥവാ സ്റ്റൈലിലേക്കൊന്നും പറയുന്നത് സൂപ്പറല്ലേ കാണാൻ. നോക്കൂ ഗൈസ്, ഒട്ടും കുക്കറിൽ ഒട്ടിപ്പിടിച്ചിട്ടില്ല കണ്ടോ. കറക്റ്റ് വെള്ളമാണ്. 7 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. 4 ഗ്ലാസ് അരിക്ക്. അടുത്തായിട്ട് നമ്മൾ പായസം ഉണ്ടാക്കണം. പായസം ഉണ്ടാക്കിയിട്ടില്ല. കർണാടകമാകുമ്പോൾ പായസം വേണ്ടേ, അതിന് മോശമല്ലേ. അപ്പോൾ കർണാടക കുട്ടിക്ക് ഒരു അടിപൊളി പായസം ഉണ്ടാക്കുകയാണ്. അപ്പോൾ അത് തിളച്ച് വരട്ടെ. സേമിയ മിൽക്കായിട്ട് വെച്ച് നമ്മുടെ പായസം റെഡി. ഹാപ്പി ബർത്ത്ഡേ എഴുതിക്കാല്ലേ കണ്ടോ. എന്ത് രസമാണ്. പിറന്നാൾ കേക്ക് ഇല്ലാട്ടോ. സിനിമക്ക് വന്ന് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ലാഡർ എന്നാണ് കേട്ടോ മൂവി കണ്ട്, മലയാളി ഫ്രം ഇന്ത്യ. അപ്പോൾ പടം തുടങ്ങാനായി. അങ്ങനെ ഇന്നത്തെ ബർത്ത്ഡേ കഥ കഴിഞ്ഞു. ഇനി വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. ടാറ്റാ.